പ്രതിഷേധം പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ്. സത്യം പറഞ്ഞത് എനിക്കത് ഇട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പുള്ളി ചെയ്ത് മോഹൻലാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ തരാം, പാവം, അയ്യോ നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ്. അദ്ദേഹം പൃഥ്വിരാജ് അവരെല്ലാം ഇവിടെ ചതിച്ചത് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് മോഹൻലാൽ അത് പറയൂ, ആന്റണി പെരുമ്പാവൂർ അത് പറയൂ? പറയില്ല. കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിലെ ഒന്നാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും. ഈ പടം സമയത്തിന് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമം ഉണ്ടായി. ഇറങ്ങിക്കഴിഞ്ഞാൽ പൃഥ്വിരാജ് വലിയ പേര് വരുന്ന ശ്രമമുണ്ട്. ഞങ്ങൾ ആരും ഇന്നേ വരെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിടിക്കാൻ പോയിട്ടില്ല. ഇതിൽ എനിക്ക് പൃഥ്വിരാജിനോട് യാതൊരുവിധ പ്രശ്നവും തോന്നുന്നില്ല. അത്രയധികം സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിംഗിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 കട്ടുകൾ മുന്നേ തന്നെ കട്ട് ചെയ്തേക്കാം എന്ന് പ്ലാനിങ്ങോടെ ഒരു പടം ഇറക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കറിയത്തില്ല. ചിത്രത്തിൽ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന സീൻസ് ഉണ്ട്, തല പലതവണ ഭിത്തിയിൽ ഇടിപ്പിക്കുന്ന ഒരു സീനുണ്ട്, അത് കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹിന്ദുത്വവാദികൾക്ക് ഒരു ആശ്വാസം കിട്ടും, ഞങ്ങളിൽപ്പെട്ട ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ ഇതുകൊണ്ട് അറിഞ്ഞാലോ? കേരളത്തിലെ ഇഷ്ടംപോലെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് നല്ല രീതിയിൽ പരിഹസിച്ചിട്ടുണ്ട്. അവരാരും പരാതിയും പരിഭവമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. അവർ മറ്റേ രീതിയിലാണ് ചിന്തിക്കുന്നത്, മറ്റേ മതവാദികൾ പറയുന്നത് പോലെ. അങ്ങനെ ചെയ്യുന്നവൻ ഞങ്ങളിൽപ്പെട്ടവനല്ല. പക്ഷെ സംഘികൾക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇങ്ങനെ ചെയ്തവന്മാരൊക്കെ ഞങ്ങളിൽപ്പെട്ടവരാണെന്നും അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിത്തറ എന്നും അതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നും ഉറപ്പുള്ളവന്മാർക്ക് എങ്ങനെയാണെന്ന് നിഷേധിക്കാനായിട്ട് പറ്റുന്നത്?